സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ അപകടം നടക്കുന്ന മറ്റൊരു ബ്ലാക്ക് സ്പോട്ട് ദേശീയപാതയിലെ അങ്കമാലി ബാങ്ക് ജംഗ്ഷനാണ്. സിഗ്നലിംഗ് ഇല്ലാത്തതും വീതി കുറവുമൊക്കെയാണ് ഇവിടെ അപകട കെണി ഒരുക്കുന്നത്. ബാങ്ക് ജംഗ്ഷനിൽ നിന്ന് എസ് രാഗിനുണ്ട്. രാഗിൻ, ദേശീയപാതയിൽ അതും പ്രധാനപ്പെട്ട പാതയിൽ എന്ന് മാത്രമല്ല കേരളത്തിൽ 4 വരിപ്പാതയായി ആദ്യം ഡെവലപ്പ് ചെയ്ത സ്ട്രെച്ചുകളിൽ ഒന്നാണ് ഈ തൃശ്ശൂർ എറണാകുളം സ്ട്രെച്ച്. അവിടെ പക്ഷേ ഇപ്പോഴും അപകടങ്ങൾ തുടർക്കഥയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? ഈ ബാങ്ക് ജംഗ്ഷന്റെ കാര്യം പറയുന്നത് സ്ഥിരമായിട്ട് പലപ്പോഴും അപകടത്തെക്കുറിച്ച് കേൾക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. നമ്മൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്യുമ്പോൾ പോലും പലപ്പോഴും ഈ ബാങ്ക് ജംഗ്ഷൻ കൊടുക്കുമ്പോഴേ അപകടത്തെക്കുറിച്ചുള്ള വാർത്തകളും ആയിരിക്കും വരുന്നത്. തീർച്ചയായും അപകടങ്ങൾ വലിയ തോതിൽ തന്നെ നടക്കുന്ന ഒരു പ്രദേശമാണിത്. ദേശീയപാത 544 ദാ ഈ കാണുന്നതാണ് പ്രധാനപ്പെട്ട ഒരു ബ്ലാക്ക് സ്പോട്ടായി കണ്ടെത്തിയിരിക്കുന്ന പ്രദേശം. ഇവിടെ നിന്ന് അങ്ങോട്ട് സെൻറ്റ് ജോർജ് ബസലിക്കയാണ്, അങ്ങോട്ട് പോകുന്ന വഴിയാണ്. അവിടെ നിന്ന് നേരെ കിടക്കുന്ന പാതയാണ്, അതായത് ദേശീയപാതയിലേക്ക് നേരെയുള്ള എൻട്രിയാണ്. ഇവിടെ പലപ്പോഴും പോലീസ് ഉണ്ടാകാറില്ല. തൊട്ടടുത്ത് സ്കൂളുണ്ട്, മാത്രമല്ല കിഴക്കേ പള്ളി അങ്ങാടി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളുണ്ട്. ഒട്ടനവധി പേർ ബസ് കാത്ത് നിൽക്കുന്നുണ്ട്. അവിടേക്ക് അങ്ങോട്ട് കടക്കണമെങ്കിലും അതോടൊപ്പം തന്നെ വാഹനങ്ങൾക്കൊക്കെ പോകണമെങ്കിലുമൊക്കെ വലിയ തത്രപ്പാടും പ്രയാസവും ഒക്കെയാണ് ഇവിടെ അരങ്ങേറാറുള്ളത്. അങ്ങനെ വലിയ ബുദ്ധിമുട്ടാണ് ഈ മേഖലയിൽ. കഴിഞ്ഞൊരു 3 വർഷം മുൻപാണ് ഇവിടെ ഒരു ഓട്ടോയിൽ വന്ന് ബസ് ഇടിച്ച് 4 പേർ മരിക്കുന്ന സ്ഥിതിയൊക്കെ ഉണ്ടായി. അതിനുശേഷം ബ്ലാക്ക് സ്പോട്ടൊക്കെയായി കണ്ടെത്തിയിരുന്നെങ്കിലും കാര്യമായിട്ടുള്ള നടപടി ഉണ്ടായിട്ടില്ല. ഇവിടെ ഫ്ലൈ ഓവർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ വേണമെന്ന ആവശ്യമൊക്കെ തന്നെ പലരും മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഇപ്പോൾ കൗൺസിലർ, ഇവിടുത്തെ കൗൺസിലറാണ്, അതോടൊപ്പം തന്നെ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണാണ് ചേരുന്നു. ഒട്ടനവധി തവണ പരാതികളൊക്കെ പറഞ്ഞു മടുത്തു അല്ലേ? കഴിഞ്ഞ 2023 ജൂണിൽ എൻഫോഴ്സ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും RTO എന്നിവരെല്ലാവരും ഇവിടെ വന്ന് ഇൻസ്പെക്ട് ചെയ്തതിന് ശേഷം ഇത് ബ്ലാക്ക് സ്പോട്ടായിട്ട് ഡിക്ലെയർ ചെയ്തു. അതിനുശേഷം അവർ നടപടി എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് സീബ്ര ക്രോസിങ്ങിൻ്റെ അവിടെ റംപിൾസ് വെച്ച് തന്നു, ബെൻഡുകൾ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അതിന് ആരോ കൊടുത്തു. പിന്നെ ഞങ്ങൾ ഭീമ ജ്വല്ലറിനെ കൊണ്ട് തന്നെയാണ് ഇവിടെ ബ്ലിങ്കർ ലൈറ്റ് വെച്ചത്, ഒരു കോഷൻ എന്നുള്ള രീതിയിൽ. അതൊന്നും പരിഹാരമായില്ല. വീണ്ടും ആക്സിഡൻസ് ഇങ്ങനെ എന്താ പറയുക, ആഴ്ചയിൽ 1ഉം 2ഉം ആയിട്ടൊക്കെ ഇപ്പോഴും അങ്ങനെ ഓൺ ഗോയിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മറ്റൊരു രാജുചേട്ടൻ കൂടി നമുക്ക് ചേരുകയാണ്, ഇവിടുത്തെ ഒരു പ്രദേശവാസിയാണ്. ഒട്ടനവധി തവണ പരാതി പറഞ്ഞു. ഇതിലൊരു ഫ്ലൈ ഓവർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളാണ് ഇവിടെ വേണ്ടതല്ലേ? ഇവിടെ ഫ്ലൈ ഓവറും വേണം, ഇവിടെ സിഗ്നൽ ലൈറ്റും വേണം. രണ്ടിലും ഏതെങ്കിലും ഒരെണ്ണം അത്യാവശ്യമായിട്ട് വെച്ചില്ലെങ്കിൽ ഇവിടെ ഈ അപകടങ്ങൾ നിത്യസംഭവങ്ങളാണ്. അങ്കമാലി ടൗണുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ അപകടങ്ങൾ നടക്കുന്ന സ്ഥലമാണ് ഈ ബാങ്ക് ജംഗ്ഷൻ അല്ലെങ്കിൽ ചർച്ച് ജംഗ്ഷൻ എന്ന് പറയുന്ന ഈ പ്രദേശം. ഇവിടെ നിന്ന് MC റോഡിലേക്കുള്ള ലിങ്ക് റോഡുണ്ട്, ബസിലിക്ക പള്ളിയിലേക്ക് പോകുന്നു. ഈ നാനാഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ ഇവിടെ തിങ്ങിക്കൂടുകയും ഒരു കൺട്രോളും ഇല്ലാതെയാണ് ഇവിടെ വാഹനങ്ങൾ വരിക. അതുപോലെ തന്നെ അശാസ്ത്രീയമായ റോഡ് നിർമ്മാണം, റോഡിൻ്റെ 2 സൈഡുകളിലും കുഴിയാണ്. അതുപോലെ തന്നെ റോഡ് നിരപ്പല്ല റോഡ്. ഈ 2 വീലറിന് ഏറ്റവും കൂടുതൽ ഇവിടെ അപകടങ്ങൾ നടക്കുന്നത് 2 വീലറാണ്. 2 വീലർ തെന്നി മാറുകയും ബാക്കിൽ വന്ന് വാഹനം ഇടിച്ച് എല്ലാ ആഴ്ചയിലും 2-3 അപകടങ്ങൾ ഇവിടെ സ്ഥിരമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ 4 പേര് ഒരുമിച്ച് ഒരു ഓട്ടോറിക്ഷ ഇടിച്ച് 4 പേരുടെ അതിദാരുണമായ ഒരു അന്ത്യം നടന്ന ഒരു സ്ഥലമാണ് ഈ ബാങ്ക് ജംഗ്ഷൻ. ഈ നേരത്തെ മന്ത്രി അടക്കം പറയുന്നുണ്ടായിരുന്നു, ഒരു ശാസ്ത്രീയമായ രീതിയിലല്ല ദേശീയപാതയുടെയൊക്കെ പല ഘട്ടത്തിലും നിർമ്മാണമെന്ന്. അങ്ങനെ തന്നെയാണോ? എന്താണ് യഥാർത്ഥത്തിൽ ഇവിടുത്തെ ഒരു പ്രശ്നം? എന്താണ് ഇവിടുത്തെ ഒരു ഡിസൈൻ? കെട്ടറായിട്ടാണ് കിടക്കുന്നത്, സൈഡൊന്നും ഫില്ല് ചെയ്തിട്ടില്ല. അതുകൊണ്ട് റോഡിന് വീതി കുറവാണ്, അതുകൊണ്ട് അപകട സാധ്യതയും കൂടുതലാണ്. അതേപോലെ ഹോളി ഫാമിലി സ്കൂളിലെ പിള്ളേരൊക്കെ എപ്പോഴും ക്രോസ് ചെയ്യുന്ന ഏരിയയാണ്. കുട്ടികളൊക്കെ പെട്ടെന്ന് സൈക്കിളൊക്കെ ചവിട്ടി പോകണമാകുമ്പോൾ നമുക്ക് തന്നെ പേടി വരും. നമ്മൾ തന്നെ ഇഷ്ടം പോലെ അപകടങ്ങൾ കണ്ടിട്ടുള്ള ഒരു ഏരിയയാണ്. എത്രയും പെട്ടെന്ന് അതിന് നടപടിയും സ്കൂൾ ടൈമിൽ ഇവിടെ നല്ലൊരു വാർഡനെ, ട്രാഫിക്കിന്റെ നല്ലൊരു സമയത്ത് കേരളത്തിലെ ഏറ്റവും മികച്ച ദേശീയപാത സ്ട്രെച്ചുകളിൽ ഒന്നാണ് എറണാകുളം തൃശ്ശൂർ സ്ട്രെച്ച്. അവിടെ തന്നെ ദേശീയപാത നിർമ്മാണ കമ്പനി പാരിയേക്കര ടോളിൽ കൂടി തന്നെ ഒരുപാട് പണവും ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ ഈ റോഡുകൾ ഏറ്റവും മികച്ചതാക്കി അപകടങ്ങളില്ലാതെ ഏറ്റവും നല്ല നിലയ്ക്ക് ജനങ്ങൾക്ക് പോകാൻ കഴിയുന്നത് പോലെ ആക്കുന്നുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. അതിൽ ദേശീയപാത അതോറിറ്റിക്ക് വലിയ റോൾ വഹിക്കാനുണ്ട്.